സ്വകാര്യ ആശുപത്രികളിലെ നഴ്സസ് ഇന്നു മുതൽ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക്. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനും ആശുപത്രി മാനേജ്മെന്റുകളും തമ്മിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ഈ തീരുമാനം. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലെ സമരം ആശുപത്രികളെ കാര്യമായി തന്നെ ബാധിക്കും. UNA-യുമായി ധാരണയിലാവാത്ത ഏറ്റവും കൂടുതൽ ആശുപത്രികൾ ഈ ജില്ലകളിലാണുള്ളത്. അജി കുഞ്ഞുവൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജി, ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണോ അതല്ല ഒരു കേന്ദ്രീകൃതമായി ഏതെങ്കിലും ജില്ലയിൽ ഒരു സമരത്തിലേക്കാണോ പോകുന്നത്? ഇതെങ്ങനെയാവും സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കുക? ഗൂഗിൾ ദില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ആശുപത്രികൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു UNA-യുടെ നേതൃത്വത്തിൽ ഈ സമരം നടന്നത്. ഇന്നലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സംഘവും ഒപ്പം തന്നെ UNA പ്രതിനിധികളും മാനേജ്മെന്റും തമ്മിൽ ഈ 26 ആശുപത്രികളിലാണ് സംസ്ഥാനത്ത് ഇനിയും ഒത്തുതീർപ്പാവാനുള്ളത്, ഈ UNA-യുമായിട്ട് ധാരണയാവാനുള്ളത്. ഇവരുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ആ ചർച്ച പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇവിടങ്ങളിൽ സമരം തുടരാനാണ് പ്രധാനമായും തീരുമാനിച്ചിരിക്കുന്നത്. സമരമുള്ള ആശുപത്രികൾ കാസർഗോഡ് ആസ്റ്ററും ഒപ്പം തന്നെ കണ്ണൂർ ആസ്റ്ററും ബേബി മെമ്മോറിയൽ കണ്ണൂരും വടകരയും കോഴിക്കോടും മൈത്ര ഹോസ്പിറ്റൽ കോഴിക്കോട്, ആസ്റ്റർ കോഴിക്കോടും മെട്രോ കോഴിക്കോട്, RCH കോഴിക്കോട്, മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, ഇക്ര ആശുപത്രി വയനാട്, ആസ്റ്റർ അരീക്കോട്, ആസ്റ്റർ കോട്ടക്കൽ മലപ്പുറം, ഇസാഫ് പാലക്കാട്, ക്രസന്റ് പാലക്കാട്, ഒപ്പം തന്നെ പാലന പാലക്കാട്, അമല തൃശ്ശൂർ, ജൂബിലി തൃശ്ശൂർ, അശ്വിനി തൃശ്ശൂർ, ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അമല, ഒപ്പം തന്നെ ആസ്റ്റർ എറണാകുളം, ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം, കാരിത്താസ് കോട്ടയം, SH പൈങ്കുളം ഇടുക്കി, പുഷ്പഗിരി പത്തനംതിട്ട, ആസ്റ്റർ കൊല്ലം എന്നീ ആശുപത്രികളിലാണ് പ്രധാനമായും സമരം നടക്കുന്നത്. ഈ ആശുപത്രികളിലെ മാനേജ്മെന്റുമായിട്ടാണ് കഴിഞ്ഞ ദിവസം UNA ചർച്ച നടത്തിയത്. എന്നാൽ സർക്കാർ നിശ്ചയിച്ച അടിസ്ഥാനപരമായ ശമ്പളം നൽകാൻ കഴിയില്ല എന്ന് ഈ മാനേജ്മെന്റുകൾ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ അതത് ആശുപത്രികളുടെ മുന്നിലായിരിക്കും ഒരുപക്ഷെ സമരം കൂടുതൽ നടത്താൻ സാധ്യതയുള്ളത്. ഇപ്പോൾ UNA-യുടെ നേതൃത്വത്തിൽ പ്രധാനമായും പറയുന്നത് ഈ ദിവസങ്ങളിൽ അതായത് ചർച്ചയ്ക്ക് മാനേജ്മെന്റ് തയ്യാറാവുകയാണെങ്കിൽ അവിടുന്ന് സമരം പിൻവലിക്കാമെന്നാണ് അവർ പ്രധാനമായും പറയുന്നത്. ഗൂഗിൾ ദിൽന. ശരി, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.